ഞാൻ 4 ഫണ്ണി ക്വസ്റ്റ്യൻ ചോദിക്കും. അതിലൊരു 2 ഉത്തരങ്ങൾ പറയണം. ഓക്കെ. സെറ്റ് മുതൽ എ വരെയുള്ള വാക്ക്. സീബ്ര. ആരെങ്കിലും പറഞ്ഞു തന്നോ? കുട്ടിക്കാലത്ത് നീന്തി കളിക്കും, വലുതായ ചാടി കളിക്കും. നീന്തി കളിക്കും, വലുതായാൽ ചാടി കളിക്കും. ആ, പുഴയായിട്ടെല്ലാം ബന്ധപ്പെടും. ചാടി കളിക്കുന്ന ഇല്ല, പുഴയിൽ ചാടി കളിക്കുന്നത് എന്താ? ആ, തവള. ഓക്കെ. 3ാമത്തെ ക്വസ്റ്റ്യൻ, കോവിഡും ചപ്പാത്തിയും തമ്മിലുള്ള ബന്ധം. കോവിഡും ചപ്പാത്തിയും തമ്മിലുള്ള ബന്ധം. കോവിഡ് കൊറോണ. കോവിഡും ചപ്പാത്തിയും തമ്മിലുള്ള ബന്ധം. അത് ഈസിയാണ്. അറിയില്ല. ചപ്പാത്തി എല്ലാവരും എന്താ ചെയ്യുക? എന്താ ചെയ്യുക? കുഴച്ച് കഴിഞ്ഞിട്ട് ഉരുട്ടിയിട്ട് പറ. എന്തോന്നാടോ ഇത്? എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? ഒരെണ്ണം കൊടുക്കട്ടെ സാറേ. ഇവനെ സൂക്ഷിക്കണം. ഇവൻ നമ്മളെ കുഴപ്പിക്കാനുള്ള പരിപാടി. ഇവനിതിൽ എന്തോ കൈയുണ്ട്. ആ, എന്നിട്ട് അതാരാ വരുത്തുക? ആരാ വരുത്തുക പറ. ആ, അതാണ് ഉത്തരം. കോവിഡും ചപ്പാത്തിയും തമ്മിലുള്ള ബന്ധം. 2 മനുഷ്യന്മാരെ വരുത്തുന്നത്. ഓക്കെ. ഇപ്പോഴും തറയിൽ കിടക്കും, പക്ഷെ അഴുക്ക് പറ്റാറില്ല. എപ്പോഴും തറയിൽ ഇങ്ങനെ കിടക്കും, പക്ഷെങ്കിൽ അഴുക്ക് ഇതുവരെ പറ്റിയിട്ടില്ല. ഇതിനിപ്പോ ഉത്തരം പറഞ്ഞിട്ടില്ലെങ്കിലും ക്യാഷ് വൗച്ചർ കിട്ടി. പക്ഷെ എന്നാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. അല്ല, നീഴൽ. ഫുഡ് കഴിച്ചില്ലല്ലോ. MRAയുടെ കംബ്ര നൽകുന്നൊരു ക്യാഷ് വൗച്ചറാ. ഇത് കൂടാതെ വീണ്ടും ഒരു ഓഫർ ഉണ്ട്, 20-25% ഓഫർ. ഇത് ഇന്ന് ഇതും അവിടെ തന്നെയാ കംബ്ര MRAയിലെ. സെറ്റ് മുതൽ എ വരെയുള്ള വാക്ക്. സെറ്റ് എന്ന് തുടങ്ങിയിട്ട് എയിൽ അവസാനിക്കുന്ന ഒരു വാക്ക്. 2ാമത്തെ ക്വസ്റ്റ്യൻ, ഏറ്റവും ഭാരം എടുക്കാൻ കഴിവുള്ള പക്ഷി. അറിയില്ല, ഒരു ഐഡിയ ഇല്ല. കുട്ടിക്കാലത്ത് നീന്തി കളിക്കും, വലുതായാൽ ചാടിക്കളിക്കും. ഇപ്പൊ അറിയാൻ പറ്റും? അല്ല, മീനുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കും. ആ, എന്താണ് ചാടിക്കളിക്കുന്നത്? എന്താണ് ചാടിക്കളിക്കുന്ന? എന്താണ് പറയാം, ആലോചിച്ചൊക്കെ. ആ, വലുതായ ചാടിക്കളിക്കും. ചാടിക്കളിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യത്തെ പറ്റി ആലോചിച്ചൊക്കെ. മീനിനെ പോലെ വേറെ എന്തെങ്കിലും. ഇവിടെ അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കാം. കോവിഡും ചപ്പാത്തിയും തമ്മിലുള്ള ബന്ധം. കോവിഡ് കൊറോണ. അതും ചപ്പാത്തിയും തമ്മിലുള്ള ബന്ധം. രണ്ടും പരത്തും. ആര് പരത്തും? കൊറോണയും പരത്തും. അതാരാ വരുത്തുന്നത്? ഭാരം നിറച്ച് വരുന്ന ലോറി ഒറ്റക്കാലിൽ നിർത്തുന്നത് ആര്? ഭാരം നിറച്ച് വരുന്ന ലോറി ഒറ്റക്കാലിൽ നിർത്തുന്നത് ആര്? നിർത്തുന്നത് ആര്? അത് ബ്രേക്ക് കുറച്ചും കൂടി മൾപ്പിട്ടോട്ടെ. ബ്രേക്ക് കഴിഞ്ഞാൽ അല്ല. ബ്രേക്ക് ആരാ നിർത്തുക? ഇല്ല, ഡ്രൈവർ. ഓക്കെ, അടിപൊളി. ഓക്കെ, അപ്പോൾ 2 ആൻസർ പറഞ്ഞു. ഇപ്പോൾ ഒരു ഫുഡ് വൗച്ചർ ഉണ്ട്. MRA ബേക്കറിയുടെ ഒരു സ്ഥാപനമാണ് കംബ്ര. ഇവിടുന്ന് ഒരു ക്യാഷ് വൗച്ചർ കിട്ടും 100 റുപ്പീസിൻ്റെ. പിന്നെ ഇന്ന് 4 മണിക്കുള്ളിൽ പോയാൽ 20-25% ഓഫറുണ്ട്. സെറ്റ് മുതൽ എ വരെയുള്ളൊരു വാക്ക്. സെറ്റ് എന്ന് തുടങ്ങിയിട്ട് എയിൽ അവസാനിക്കുന്ന ഒരു വാക്ക്. ആ, പറയാൻ പറ്റും. ആലോചിച്ചൊക്കെ. ഒരു ആനിമലിൻ്റെ പേരാണ്. ക്ലൂ ആണ്, അത് വലിയ ക്ലൂ ആണ്. സെറ്റ് എന്ന് തുടങ്ങും, എയിൽ അവസാനിക്കും. ഒന്ന് ആലോചിച്ചൊക്കെ. സെറ്റ് എന്ന് തുടങ്ങുന്ന ആനിമൽസിന്റെ പേരൊന്നും ഓർമ്മയില്ല. അതന്നെ, സീബ്ര. സെറ്റ് എന്ന് തുടങ്ങിയിട്ട് ഏറല്ല അവസാനിക്കാം. ഓക്കെ. 2ാമത്തെ ക്വസ്റ്റ്യൻ, കുട്ടിക്കാലത്ത് നീന്തി കളിക്കും, വലുതായാൽ ചാടിക്കളിക്കും. അത് സിമ്പിളാണ്.
ചാടിക്കളിക്കുന്ന എന്തെങ്കിലും ആലോചിച്ച് നോക്കിയാൽ മതി. എന്തെങ്കിലും ഒരു ജീവി. ചാടി കളിക്കുന്നുണ്ട്. ആ, എന്താ ചാടിക്കളിക്കുക? ഒരു ജീവി ചാടിക്കളിക്കൂലേ? അതെന്താണ്? ഇതൊക്കെ ക്ലൂ ആണ്. അറിയില്ല. അടുത്ത ക്വസ്റ്റ്യൻ. ഏറ്റവും ഭാരം എടുക്കാൻ കഴിവുള്ള പക്ഷി. ഒരു ക്വസ്റ്റ്യൻ ആൻസർ പറഞ്ഞു. 3 ക്വസ്റ്റ്യനായി. ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്യും. എന്നാലും സിമ്പിൾ ക്വസ്റ്റ്യൻ ചോദിക്കാം. കോവിഡും ചപ്പാത്തിയും തമ്മിലുള്ള ബന്ധം. കോവിഡും ചപ്പാത്തിയും തമ്മിലുള്ള ബന്ധം. അത് ഈസിയാണ്. കോവിഡും ചപ്പാത്തി തമ്മിലുള്ള ബന്ധം അതറിയാൻ പറ്റും. പറ്റും. ചപ്പാത്തിയും കോവിഡും തമ്മിലുള്ള ബന്ധം. ചപ്പാത്തി എന്താ ചെയ്യുക? അല്ല, അതിന് മുന്നേ എന്ത് ചെയ്യും ചപ്പാത്തി? ആ, അതാരാ വരുത്തുക? ആ, മനുഷ്യൻ. അപ്പൊ 2 മനുഷ്യനാ വരുത്തുന്നത്. ഓക്കെ അല്ലേ? ഉത്തരം നമ്മൾ പറഞ്ഞു. എന്നാലും കുഴപ്പമില്ല. ഒരു വൗച്ചർ ഉണ്ട്. ഇത് MRയുടെ സ്ഥാപനമായ കംബ്ര എന്ന് പറഞ്ഞൊരു കഫേ. അറിയാവോ? MRയുടെ തൊട്ടടുത്ത് ഇവിടെ തന്നെ അവരൊരു വൗച്ചറാണ് 100 rupees. പിന്നെ അത് കൂടാതെ അവരെ തന്നെ 20-25% ഓഫറുണ്ട്. ഇന്ന് 4 മണിക്കൂർ പോയാൽ സെറ്റ് മുതൽ എ വരെയുള്ള ഒരു വാക്ക്. അതായത് സെറ്റിൽ നിന്ന് തുടങ്ങിയിട്ട് എ വരെ അവസാനിക്കുന്ന ഒരു വാക്ക്. ഫണ്ണിയാണ്, ജനറൽ അല്ല. കറക്റ്റ്. കുട്ടിക്കാലത്ത് നീന്തി കളിക്കും, വലുതായാൽ ചാടി കളിക്കും. ഓക്കെ, ഒന്ന് പിടിച്ചേക്കാം. ഏറ്റവും ഭാരം എടുക്കാൻ കഴിവുള്ള പക്ഷി. അതും ഫണ്ണിയാണ്. എന്തായാലും നിങ്ങൾക്ക് ക്യാഷ് വൗച്ചർ കിട്ടി. 2 ആൻസർ പറഞ്ഞല്ലോ. പക്ഷെ എന്നാലും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പക്ഷി ഫണ്ണിയാണ്. ഫണ്ണി ലെവൽ ചിന്തിക്കണം. ഒരു ഇംഗ്ലീഷ് പേരാണ്. ആ, മീൻസ് ഇംഗ്ലീഷിലാണ് അത് ആവുക. അങ്ങനെ ഭാരം എടുക്കാനുള്ളതെന്ന് പറയുമ്പോൾ ആ, അങ്ങനെ എന്താ വരുന്ന ഒരു വേർഡാണ്. ആ, വെയിറ്റ് എന്ന് പറയുമ്പോൾ ഒരു ഇംഗ്ലീഷ് വാക്കല്ല, അതേപോലെ ഒരു വാക്കാണ്. അത് ഭാരം എടുക്കാൻ ഉപയോഗിക്കും ആ വാക്ക്. എഡ്യൂക്കേഷനും ചൂടും തമ്മിലുള്ള ബന്ധം. ചൂടും ചൂടും തമ്മിലുള്ള ബന്ധം. ആ, ചൂടും തമ്മിലുള്ള ബന്ധം. അത് എഡ്യൂക്കേഷനായിട്ട് ബന്ധപ്പെട്ടിട്ട് അല്ല, എഡ്യൂക്കേഷൻ നമ്മൾ ഓരോ ലെവലിൽ പഠിക്കൂലേ? അതെന്താണ്? SSLC അങ്ങനെ. ആ, ഡിഗ്രിയാണ് ആൻസർ. അപ്പൊ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. MRA ബേക്കറി ഇല്ലേ, അതിന്റെ തൊട്ടടുത്ത് കംബ്ര എന്ന് പറഞ്ഞിട്ടൊരു കഫേ ഉണ്ട്. അപ്പൊ അവരുടെ ഒരു ക്യാഷ് വൗച്ചറാണ്. നിങ്ങൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ഇത് ഡിസ്കൗണ്ട് ചെയ്ത് തരും. ഇവിടെ തന്നെ MRA ബേക്കറിയുടെ തൊട്ടടുത്ത്. പിന്നെ ഇന്ന് ന്യൂ ഇയറിനെ പ്രമാണിച്ചിട്ട് അവരൊരു ഓഫറുണ്ട്. 4 മണി വരെ ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ 20-25% ഓഫറുണ്ട്. ഇതും കംബ്രയാണ് നൽകുന്നത്. ബ്ലൂ ആണോ? ഒരു ആനിമലാണ്. സെറ്റിൽ തുടങ്ങുന്ന ഒരു ആനിമൽ ആലോചിച്ച് നോക്കി അപ്പോൾ കിട്ടും. ആ, യെസ്, കറക്റ്റ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. കുട്ടിക്കാലത്ത് നീന്തി കളിക്കും, വലുതായ ചാടി കളിക്കും. ആ, യെസ്, കറക്റ്റ്. ഏറ്റവും ഭാരം എടുക്കാൻ കഴിവുള്ള പക്ഷി. അത് ക്ലൂ ആണോ? നെൽപ്പാടങ്ങളിലൊക്കെ ഉണ്ടാവും. കൊക്കിന് ഇംഗ്ലീഷ് എന്താ അറിയോ? ക്രെയിൻ. നാലാമത്തെ ക്വസ്റ്റ്യൻ. കോവിഡും ചപ്പാത്തിയും തമ്മിലുള്ള ബന്ധം. ഫണ്ണിയായിട്ട് ആലോചിച്ചാൽ തമ്മിലുള്ള ബന്ധം. ടഫല്ല, സിമ്പിളാ. ചപ്പാത്തി എന്താ എല്ലാവരും ചെയ്യുക കഴിക്കണ മുന്നേ? എന്താ ചെയ്യുക? അല്ല, പിന്നെ
ചുടും ചുടുന്ന മുന്നേ എന്ത് ചെയ്യില്ലേ? പരത്തും. ആ പരത്തും. അപ്പൊ എന്താ? ആ കോവിഡും പരത്തും ചപ്പാത്തി. ആരാ പരത്തുന്നത്? കോവിഡ് ആരാ പരത്തുക? കോവിഡും ചപ്പാത്തി ആരാ പരത്തുക? മനുഷ്യന്മാരല്ലേ. ഓക്കെ, അടിപൊളി. MRA ബേക്കറിയുടെ ഒരു സ്ഥാപനമാണ് കമ്ര, അറിയില്ലേ? തൊട്ടടുത്ത് തന്നെ. അവിടെ ഉള്ള ഒരു ഫുഡ് വൗച്ചറാണ്, അവർ തരുന്ന ഫുഡ് വൗച്ചർ. പിന്നെ അത് കൂടാതെ 20-25% ഓഫറും ഉണ്ട്. ഇന്ന് 4 മണിക്കുള്ളിൽ പോകണം. ആദ്യത്തെ ക്വസ്റ്റ്യൻ സെഡ് എന്ന് തുടങ്ങിയിട്ട് ഏൽ അവസാനിക്കുന്ന ഒരു വാക്ക്. ബോർഡ്. ഒരു വേർഡ്. സീബ്ര. യെസ്, കറക്റ്റ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, കുട്ടിക്കാലത്ത് നീന്തിക്കളിക്കും, വലുതായ ചാടിക്കളിക്കും. തവള. കറക്റ്റ്. ചപ്പാത്തിയും കോവിഡും തമ്മിലുള്ള ബന്ധം. പരത്തു. മനുഷ്യന്മാർ അല്ല, രണ്ടാളും മനുഷ്യനെ വരുത്തിയത്. അതാണ് ഉത്തരം, മനുഷ്യൻ. പറഞ്ഞു, ഏകദേശം പറഞ്ഞു. ഭാരം നിറച്ച് വരുന്ന ലോറി ഒറ്റക്കാലിൽ നിർത്തുന്നത് ആര്? ഭാരം നിറച്ച് വരുന്ന ലോറി ഒറ്റക്കാലിൽ നിർത്തുന്നത് ആര്? 3 ക്വസ്റ്റ്യൻ നിങ്ങൾ ആൻസർ പറഞ്ഞു. ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടെ പറയാം, ആൻസർ പറയാം. എന്തായാലും നിങ്ങൾക്ക് ഫുഡ് വൗച്ചർ കിട്ടി. എന്നാലും ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കും. അല്ല, ഡ്രൈവർ കറക്റ്റ്. അപ്പോൾ 4 ക്വസ്റ്റ്യൻ ആൻസർ പറഞ്ഞു. അപ്പോൾ ഒരു ഫുഡ് വൗച്ചർ ഉണ്ട്. ഓക്കെ, MRA ബേക്കറിൻ്റെ അടുത്ത് തന്നെ കമ്പ്ര, അവരെ തന്നെ അറിയില്ലേ? അവരെ ഒരു ഫുഡ് വൗച്ചറാണ്, ക്യാഷ് വൗച്ചർ. അത് കൂടാതെ 20-25% ഓഫറുണ്ട്. ഇന്ന് 4 മണിക്ക് ഉള്ളിൽ പോയാൽ പുലർച്ചെ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ സെഡ് എന്ന് തുടങ്ങിയിട്ട് ഏൽ അവസാനിക്കുന്ന ഒരു വാക്ക്. യെസ്, കറക്റ്റ്. കുട്ടിക്കാലത്ത് നീന്തിക്കളിക്കും, വലുതായാൽ ചാടിക്കളിക്കും. സിമ്പിളാണ്. ചാടിക്കളിക്കുന്ന എന്താ, അതാലോചിച്ചാൽ മതി. ഒരു ക്ലൂ തരാം, ഒരു ജീവിയാണ്. പറ്റും. ചാടിക്കളിക്കുന്ന ജീവി ചെറുതായിട്ട് ചിന്തിച്ചാൽ, ചെറിയ അറിയില്ല. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ചപ്പാത്തിയും കോവിഡും തമ്മിലുള്ള ബന്ധം. ഫണ്ണിയാണ്. രണ്ടും പരത്തും. അതാരെ പരത്തുക? മനുഷ്യന്മാർ. അതാണ് ആൻസർ. 4ാമത്തെ ക്വസ്റ്റ്യൻ, മുന്നിൽ വാലുള്ള ജീവി. മുന്നിൽ വാലോ? ആ പറ. ക്ലൂ തരോ? ക്ലൂ എന്ന് പറയുന്നത് ഇപ്പൊ നിങ്ങളൊരു ആൻസർ പറഞ്ഞില്ലേ, അതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കും. ഇല്ല, ഇപ്പൊ നിങ്ങൾ ആൻസർ പറഞ്ഞായിട്ട് ബന്ധപ്പെട്ട് കിടക്കും. ഇപ്പം പറഞ്ഞ ആ, ഇപ്പം പറഞ്ഞ ആൻസർ അല്ല, അതല്ല, വേറെ ഒരു ആൻസർ. മങ്കിന്റെ ആൻസർ ആണോ? ഓൾറെഡി നിങ്ങൾ വിൻ ചെയ്തു. എന്നാൽ ഇതൊന്ന് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞാൽ മതി. കങ്കാരു. തവളയായിട്ട് ബന്ധപ്പെട്ട് തവള പറഞ്ഞില്ലേ? ആ, കറക്റ്റ്. ഓക്കെ, അടിപൊളി. ഇവിടെ തന്നെ MRA ബേക്കറിന് തൊട്ടടുത്ത് കമ്ര കഫേ ഉണ്ട്, അവരെ തന്നെയാണ് ബ്രാഞ്ച്. അവിടെ ഒരു ഫുഡ് വൗച്ചറാണ്. അത് കൂടാതെ ഇന്ന് 20-25% ഒരു ഓഫറുണ്ട്. ഇന്ന് 4 മണിക്കുള്ളിൽ പോവുകയാണെങ്കിൽ, ന്യൂ ഇയർ ഓഫറാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കരുത്. സെഡ് എന്ന് തുടങ്ങിയിട്ട് ഏൽ അവസാനിക്കുന്ന ഒരു വാക്ക്. സെഡ് എന്ന് തുടങ്ങിയിട്ട് കറക്റ്റ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ പറഞ്ഞു. സെക്കൻഡ് ക്വസ്റ്റ്യൻ, കുട്ടിക്കാലത്ത് നീന്തിക്കളിക്കും, വലുതായാൽ ചാടിക്കളിക്കും. മീനല്ല, മീനായിട്ട് ബന്ധപ്പെട്ട് കിടക്കും. മീനെ പോലെ ഒരു ജീവി. ആ, കറക്റ്റ്, തവള. ചേച്ചി. പക്ഷേ 2 ക്വസ്റ്റ്യൻ കൂടി ചോദിക്കാം എക്സ്ട്രാ. മുന്നിൽ വാലുള്ള ജീവി. വാലുള്ള ജീവി. ആ, വണ്ടിയാണ്. നിങ്ങൾ ഇപ്പൊ പറഞ്ഞ ആൻസറുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കും. നിങ്ങളൊരു ആൻസർ പറഞ്ഞല്ല, മീനല്ലല്ലോ പറഞ്ഞേ. തവളയായിട്ട് ബന്ധപ്പെട്ട് കിടക്കും. ആ, അതെന്തായാലും കിട്ടും. തവളയായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാ. അതാണ് ഏറ്റവും വലിയ ക്ലൂ. അറിയില്ല, പറയട്ടെ. വാൽമാക്രി. ഒരു ദിവസം ചോദിക്കാം. ദോശ ഇങ്ങനെ ചുട്ടുകൊണ്ടിരിക്കുന്ന അപ്പൊ പെട്ടെന്ന്, അയ്യോ അങ്ങനെ പറഞ്ഞൂടാ, പിന്നെ ഞാൻ എന്തിനു വന്ന?
ഓക്കെ അടിപൊളി. MRA ബേക്കറി അറിയോ ഇവിടെ അടുത്തുള്ള? അയ്യോ അവിടുത്തെ കമ്ര എന്ന് പറഞ്ഞൊരു ഷോപ്പ് അറിയോ? കഫേ ഷോപ്പ് ആണോ? അവിടുത്തെ ഫുഡ് വൗച്ചറാണ്. പിന്നെ അത് കൂടാതെ അവിടെ തന്നെ ഇന്ന് 4 മണിക്കുള്ളിൽ പോയി കഴിഞ്ഞാൽ 20-25% ഓഫറുണ്ട് ഫുഡിൽ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ സെഡ് എന്ന് തുടങ്ങിയിട്ട് ഏൽ അവസാനിക്കുന്ന ഒരു വാക്ക്. കറക്റ്റ്. കുട്ടിക്കാലത്ത് നീന്തി കളിക്കും, വലുതായാൽ ചാടിക്കളിക്കും. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ കോവിഡും ചപ്പാത്തിയും തമ്മിലുള്ള ബന്ധം. കോവിഡും ചപ്പാത്തിയും. കോവിഡ് കൊറോണ കേട്ടിട്ടുണ്ടോ? ആൻസർ പറയൂ. അറിയില്ല. അല്ല, നമ്മൾ ചപ്പാത്തി കഴിക്കണ മുന്നേ എന്താ ചെയ്യുക? കുഴച്ച് കഴിഞ്ഞിട്ട് പരത്തും. അപ്പോൾ ആരാ പരത്തുക? മനുഷ്യനല്ലേ. അപ്പോൾ അതാണ് ആൻസർ. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ കൂടി ചോദിക്കാം. നമ്മൾ ദോശ ഇങ്ങനെ ചുട്ടുകൊണ്ടിരിക്കുന്ന, അപ്പോൾ പെട്ടെന്ന് ദോശ അങ്ങ് പറന്നുപോയി. അതെന്തുകൊണ്ടാണ്? അടിപൊളി. MRA ബേക്കറി അറിയുമോ? ഇവിടെ തന്നെയുള്ള അവിടെ കമ്പ്ര എന്ന് പറഞ്ഞിട്ടൊരു കഫേ ഷോപ്പ് ഉണ്ട്. അവിടുത്തെ ഒരു ഫുഡ് വൗച്ചറാണ്. പിന്നെ ഇന്ന് 20-25% ഓഫറുണ്ട്. ഇന്ന് 4 മണിക്കുള്ളിൽ പോവുകയാണെങ്കിൽ ന്യൂ ഇയർ ഓഫറാണ്. കുട്ടിക്കാലത്ത് നീന്തി കളിക്കും, വലുതായാൽ ചാടി കളിക്കും. ഇതും സിമ്പിളാണ്, പറയാൻ പറ്റുമോ? അപ്പോൾ കറക്റ്റ്. ഏറ്റവും ഭാരം എടുക്കാൻ കഴിവുള്ള പക്ഷി. ഫണ്ണി ലെവലിൽ ചിന്തിക്കണേ. അല്ല. നെൽപ്പാടങ്ങളിലെല്ലാം ഉണ്ടാവും. എന്താണ് കൊക്ക്? കൊക്കിന്റെ ഇംഗ്ലീഷ് അറിയില്ലേ? ക്രെയിൻ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഒരു സിമ്പിളാണ്. കോവിഡും ചപ്പാത്തിയും തമ്മിലുള്ള ബന്ധം. ആ, എന്താണ്? അതന്നെ. ആ, രണ്ടും പരത്തും. ആരാണ് പരത്തുക? പരത്തുന്നത് ആരാ? അതാരാ? നമ്മൾ മനുഷ്യനല്ലേ. അപ്പൊ രണ്ടും മനുഷ്യനെ പരത്തുക. അതാണ് ആൻസർ. MRAയുടെ ഒരു കമ്പ്ര എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കഫേ ഷോപ്പ് ഉണ്ട് ഇവിടെ തന്നെ, അറിയാമോ? MRAൻ്റെ തൊട്ടടുത്ത് അവർ നൽകുന്ന ഒരു വൗച്ചറാണ്. അത് കൂടാതെ അവരെ തന്നെ 20-25% ഓഫറുള്ളൊരു, ഇന്ന് 4 മണിക്കുള്ളിൽ പോകണം. സെഡ് എന്ന് തുടങ്ങും, മേലെ അവസാനിക്കും. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കുട്ടിക്കാലത്ത് നീന്തി കളിക്കും, വലുതായാൽ ചാടി കളിക്കും. ഇതും ഫണ്ണിയാണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ കോവിഡും ചപ്പാത്തിയും തമ്മിലുള്ള ബന്ധം. പ്രൂവ് വേണോ? ചപ്പാത്തി എന്താ ചെയ്യും എല്ലാവരും? കഴിക്കണം മുന്നേ പരത്തും. കോവിഡ് എന്താ പരത്തൂലേ? അതാരാ പരത്തുക? മനുഷ്യന്മാരാ. അതാണ് ഉത്തരം. ഒരു ക്വസ്റ്റ്യൻ കൂടി ചോദിക്കാം. മുന്നിൽ വാലുള്ള ജീവി. കുറുക്കനോ? കുറുക്കനെ ബാക്കിലല്ലേ വാല്? അത് ഒരു ഫണ്ണിയാണേ. ഉത്തരം പറഞ്ഞില്ലെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾക്ക് ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. അതൊന്ന് ട്രൈ ചെയ്ത് നോക്കും. അറിയില്ല. നിങ്ങൾ ആ ഒരു ക്വസ്റ്റ്യന് ആൻസർ പറഞ്ഞ് അതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കും. നിങ്ങൾ ഇതിൽ നേരത്തെ ചോദിച്ചൊരു ക്വസ്റ്റ്യന് ആൻസർ പറഞ്ഞില്ലേ, അതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കും. അതെ, കറക്റ്റ്. നമ്മുടെ MRA ബേക്കറിയുടെ കമ്പ്ര എന്ന് പറഞ്ഞിട്ടുള്ള ഷോപ്പ് അറിയാമോ? MRA ബേക്കറിൻ്റെ തൊട്ടടുത്ത് തന്നെ അവരൊരു ഫുഡ് വൗച്ചറാണ് 100 rupees-ൻ്റെ. പിന്നെ അത് കൂടാതെ 20-25% ഓഫറുണ്ട്. ഇന്ന് അവിടെ പോയാൽ 4 മണിക്കുള്ളിൽ പോകാം. സെഡ് എന്ന് തുടങ്ങിയിട്ട് ഏൽ അവസാനിക്കുന്ന ഒരു വാക്ക്. അതാ കറക്റ്റ്. ഓക്കെ, കറക്റ്റ്.
കുട്ടിക്കാലത്ത് നീന്തി കളിക്കും വലുതായാൽ ചാടി കളിക്കും. നോക്കടുത്ത് ചപ്പാത്തിയും കോവിഡും തമ്മിലുള്ള ബന്ധം. ചപ്പാത്തിയും കോവിഡും തമ്മിലുള്ള ബന്ധം. ആ കോവിഡ് കൊറോണ. പരത്തും. ആരാ പരത്തും? ആരാ പരത്തോ? ചപ്പാത്തി നമ്മൾ സ്വന്തം പരത്തും. മനുഷ്യൻ പരത്തും. അതാണ് ആൻസർ. ചപ്പാത്തിയും കോവിഡും മനുഷ്യൻ പരത്തും. ഓക്കെ. 4ാമത്തെ ക്വസ്റ്റ്യൻ. ഭാരം നിറച്ച് വരുന്ന ലോറി ഒറ്റക്കാലിൽ നിർത്തുന്നത് ആര്? ഒറ്റക്കാലിൽ നിർത്തുന്നത് ആര്? പണിയാണേ. ഭാരം നിറച്ച് വരുന്ന ലോറി അത് ഒറ്റക്കാലിൽ നിർത്തുന്നത് ആര്? അതാരായിരിക്കും ഒറ്റക്കാലിൽ നിർത്തുക? അത് ഓടിക്കുന്ന ആളെ വരുന്ന ഡ്രൈവർ. കറക്റ്റ്. ഓക്കെ, അടിപൊളി. ഇത് MRA ബേക്കറി അറിയാവോ? MRA ബേക്കറിന്റെ ഒരു സ്ഥാപനമാണ് കംബ്ര. ഈ ബേക്കറിന്റെ തൊട്ടപ്പുറത്ത് തന്നെ, അറിയില്ലേ? അവരൊരു ഫുഡ് വൗച്ചറാണ്. പിന്നെ അത് കൂടാതെ 20-25% ഓഫർ ഉണ്ട് ഇന്ന് 4 മണിക്കൂർ പോയാൽ. പുലർച്ചെ ടെഡിന്ന് തുടങ്ങിയിട്ട് ഏല അവസാനിക്കുന്ന ഒരു വാക്ക് അറിയില്ലേ? സെഡിന്ന് തുടങ്ങും, ഏല അവസാനിക്കും. ക്ലൂ ആണോ? ഒരു ആനിമലിന്റെ പേരാ. ഒരു ആനിമലിന്റെ പേര്. സീബ്ര. കറക്റ്റ്. 2ാമത്തെ ക്വസ്റ്റ്യൻ. കുട്ടിക്കാലത്ത് നീന്തി കളിക്കും വലുതായാൽ ചാടി കളിക്കും. യെസ്, കറക്റ്റ്. 3ാമത്തെ ക്വസ്റ്റ്യൻ. ഏറ്റവും ഭാരം എടുക്കാൻ കഴിവുള്ള പക്ഷി. പരുന്തല്ല മോനെ, പരുന്തല്ല. അറിയില്ല. ഓട്ടെ, 4ാമത്തെ ക്വസ്റ്റ്യൻ ചോദിക്കാം. കോവിഡും ചപ്പാത്തിയും തമ്മിലുള്ള ബന്ധം. കോവിഡ് ചപ്പാത്തി അറിയില്ലേ? ചപ്പാത്തി കഴിക്കലില്ല. കോവിഡ് അറിയില്ല. കൊറോണ അറിയില്ലേ? അത് തമ്മിലുള്ള ബന്ധം എന്താ? അറിയില്ല. ചപ്പാത്തി എല്ലാവരും എന്താ ചെയ്യുക? കഴിക്കണ മുന്നേ എന്താ ചെയ്യുക? കഴിക്കുന്ന മുന്നേ എന്ത് ചെയ്യും? അറിയില്ല. കഴിക്കണ മുന്നേ എന്താ എല്ലാവരും ചപ്പാത്തി ചെയ്യുക? പരത്തൂലേ അല്ലേ? അതേപോലെ കോവിഡും പരത്തും. അപ്പോൾ മനുഷ്യനാണ് അതിൻ്റെ ഉത്തരം. മനുഷ്യൻ രണ്ടും ചെയ്യും. കോവിഡും ചപ്പാത്തിയും പരത്തും, കോവിഡും പരത്തും. ഇപ്പോൾ ആൻസർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു ഫുഡ് വൗച്ചർ ഗിഫ്റ്റായിട്ട് കിട്ടും. MRA ബേക്കറി അറിയില്ലേ? അവിടെ കംബ്ര എന്ന് മറ്റൊരു കഫേ ഷോപ്പ് ഉണ്ട്. അവിടുത്തെ ഫുഡ് വൗച്ചറാണ്. ഓക്കെ. അപ്പോൾ അവിടെ പോയിട്ട് ഫുഡ് കഴിക്കുക. പിന്നെ അത് കൂടാതെ 20-25% ഓഫറുണ്ട് ഇന്ന് 4 മണിക്കുള്ളിൽ പോയാൽ. സെഡിന്ന് തുടങ്ങിയിട്ട് ഏല അവസാനിക്കുന്ന ഒരു വാക്ക്. യെസ്, കറക്റ്റ്. 2ാമത്തെ ക്വസ്റ്റ്യൻ. കുട്ടിക്കാലത്ത് നീന്തിക്കളിക്കും വലുതായാൽ ചാടിക്കളിക്കും. സിമ്പിളാണ്. യെസ്, കറക്റ്റ്. ഇനി കോവിഡും ചപ്പാത്തിയും തമ്മിലുള്ള ബന്ധം. കോവിഡും ചപ്പാത്തിയും തമ്മിലുള്ള ബന്ധം ആര് വരുത്തും? മനുഷ്യൻ. അതാണ് ഉത്തരം. 4ാമത്തെ ക്വസ്റ്റ്യൻ. മുന്നിൽ വാലുള്ള ജീവി. യെസ്, കറക്റ്റ്. എല്ലാ ക്വസ്റ്റ്യനും ആൻസർ പറഞ്ഞു. ഒരു വൗച്ചർ ഉണ്ട്. MRA ബേക്കറിയുടെ ഒരു ഷോപ്പാണ് കംബ്ര. അറിയാവോ? കംബ്ര എന്ന് പറയുന്ന MRA ബേക്കറി ഇല്ലേ ഇവിടെ? അതിൻ്റെ തൊട്ടടുത്താണ് കംബ്ര. അവിടുത്തെ ഒരു ഫുഡ് വൗച്ചറാണ്. പിന്നെ അത് കൂടാതെ 20-25% ഓഫറുണ്ട് ഇന്ന് പുലർച്ചെ 4 മണിക്കുള്ളിൽ പോയി കഴിഞ്ഞാൽ. സെഡിന്ന് തുടങ്ങിയിട്ട് ഏല അവസാനിക്കുന്ന ഒരു വാക്ക്. ഏല അവസാനിക്കുന്ന ഒരു വാക്ക്. 2ാമത്തെ ക്വസ്റ്റ്യൻ. കുട്ടിക്കാലത്ത് നീന്തിക്കളിക്കും വലുതായാൽ ചാടിക്കളിക്കും. അതും സിമ്പിളാണ്. നീന്തിക്കളിക്കും വലുതായാൽ ചാടിക്കളിക്കും. ഓ, ഫണ്ണിയാണ്, പക്ഷെങ്കിൽ അത് കറക്റ്റ് ആൻസറുമാണ്. ചാടിക്കളിക്കുന്ന എന്താ ഒന്ന് ആലോചിച്ചാൽ മതി. എന്തെങ്കിലും ഒന്ന് ചാടിക്കളിക്കൂലേ? ഒരു ക്ലൂ തരാം. ഒരു ജീവിയാണ്. തവള. 3ാമത്തെ ക്വസ്റ്റ്യൻ. കോവിഡും ചപ്പാത്തിയും തമ്മിലുള്ള ബന്ധം. കോവിഡും ചപ്പാത്തിയും. രണ്ടും വരുത്തുന്നത് ഒരാളാണ്. ആരാണ്? മനുഷ്യന്മാർ. അതാണ് ആൻസർ. 4ാമത്തെ ക്വസ്റ്റ്യൻ. ദോശ ചുട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ പെട്ടെന്ന് ദോശ പറന്നുപോയി. അതെന്തുകൊണ്ട്? അല്ല, കാറ്റ് കൊണ്ട് ദോശ പറക്കൂല. ഫണ്ണിയാണ്. ഫണ്ണി ലെവൽ ചിന്തിച്ചാൽ മതി.
ദോശ ചുട്ടുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് പറന്നുപോയി. ഓൾറെഡി നിങ്ങൾ വിൻ ചെയ്തു, പക്ഷെ ഇതൊന്ന് ട്രൈ ചെയ്തോ. അതൊക്കെ ക്വസ്റ്റ്യൻ അറിയില്ല. ഓ ആ, നമ്മൾ ആകാശത്തോട്ടൊക്കെ പോകുന്ന ഒരു സംഭവം. ഇല്ല, ആ പേരും ദോശയായിട്ട് ഇങ്ങനെ ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉത്തരം കിട്ടും. അറിയില്ലേ? പറയട്ടെ, പ്ലെയിൻ ദോശ. എംആർഐ അവിടെ തന്നെ തൊട്ടടുത്ത് അവരെ തന്നെ ഷോപ്പുണ്ട്, കംബ്ര കഫേ എന്ന് പറഞ്ഞിട്ട്. ഇവിടെ തന്നെ ഈ എംആർഐ, ഇവിടെ അടുത്തുള്ള എംആർഐ തൊട്ടടുത്ത് തന്നെ. അത് കൂടാതെ 20-25% ഓഫറും ഉണ്ട് ഇന്ന് 4 മണിക്കുള്ളിൽ അവിടെ പോവാണെങ്കിൽ എംആർഐയിൽ. ആ ഉണ്ട് ഉണ്ട്, അവിടേക്ക് അവിടേക്ക്. ആ ഇപ്പം പോവാം പരിപാടിയിൽ. മുന്നിൽ പെടുവന്നല്ലേ? അതുകൊണ്ടാണ് നമ്മൾ നിന്നത്. കുറച്ച് മുന്നേ കാണണമായിരുന്നു അല്ലേ? പുലരുന്ന രാവെങ്കിലും ഇരുട്ടാണ് താഴെ, കരവീണ കാൽപ്പാടുകൾ വഴിത്താരയാകെ, ഇര തേടുന്ന കഴുകക്കുലം വസിക്കുന്ന നാടേ, ഉയിരേയുള്ളു ചൂതാടുവാൻ നമുക്കിന്നു കൂടെ, മൃദുഭാവേ ദൃഢകൃത്യേ, പുതിയ മാർഗം പുതിയ ലക്ഷ്യം, പ്രതിദിനം പൊരുതണം പോരുരണം. ഒറ്റക്കാ വാ. നീ ഓടരുതേ, നീയും വാ. അല്ല നിങ്ങൾ വാ.